ഒറ്റത്തെ കിളിക്കൂടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ സുഭാഷ് ആണെങ്കിൽ പുറത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, വിഷമമൊന്നുമില്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ പാട്ട് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോയതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഇങ്ങനെ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുന്നത് കാണുമ്പം സുഭാഷ് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോഴത്തേക്ക് നികേഷ് ചോദിക്കും, ഇന്നാണെങ്കിൽ ഞായറാഴ്ച അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ടില്ല, എനിക്കൊരു ജോലി ഉണ്ട്, തീർക്കാൻ ബാക്കിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ബയ്യ ആണെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫോൺ എടുക്കുന്നത് നമ്മളെ സുധീഷ് കേട്ടോ. അപ്പോൾ സുധീഷ് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്ന് ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ബയ്യ പറയുന്നുണ്ടില്ല, ഇന്ന് ജോലിയില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ അകത്തോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷൊക്കെ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടന് ഇന്ന് ജോലിയില്ലല്ലോ, പിന്നെ എങ്ങോട്ട് പോകാനും, സുഭാഷ് ചേട്ടൻ എവിടെ പോകുന്നത് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ നികീഷൊക്കെ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഞങ്ങളും കൂടെ വരാം, നമുക്കാണെങ്കിൽ പുറത്തോട്ടൊക്കെ പോകാമെന്നെങ്കിൽ ബീച്ചിലോ സിനിമയ്ക്കൊക്കെ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാണെങ്കിൽ അവർ അച്ഛനാണെങ്കിലും ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബിരിയാണി വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ സുധീഷിനൊക്കെ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പം സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, നിനക്കെന്താ വല്ല മാറാരോഗം വല്ല വന്നോ, അതെവിടെ ആരെങ്കിലും മരിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ഇവിടെ അച്ഛനാണെങ്കിൽ പോയി പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നിധി പറയുന്നുണ്ട്, അത് സുഭാഷിൻ്റെ വിഷമം കണ്ടിട്ട് അച്ഛനാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തൊരു തീരുമാനമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ തീരുമാനമല്ലല്ലോ, അച്ഛൻ്റെ ഒരു സ്റ്റൈൽ ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട്, എന്തായാലും ഇന്നും ബിരിയാണി ഞാൻ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഇത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കി ഞാൻ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷിൻ്റെ ചിക്കനൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ കൂട്ടിനാണെങ്കിൽ നമ്മൾ നികേഷിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ആ ചെന്ന് സഹായിച്ചൊക്കെ കൊടുത്തിട്ട് ആ ബിരിയാണി കുളമാക്കി വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ശരി എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിധി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവസാനം ബിരിയാണി വെച്ച് തീർന്നിട്ട് അവിടെ കാണാൻ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കല്ലെടുത്ത് തലയ്ക്ക് അടിച്ചു തരുമെന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഹരീഷാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷിനാണെങ്കിൽ പാട്ട് കേട്ടിട്ടാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് നിങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് അർമാദിച്ചില്ലേ, അപ്പോൾ അവരതിനിട്ട് തിരിച്ച് പണി തരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നിശ്ചയം കുളമാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ കല്യാണത്തിന് സമ്മതമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അമ്പലത്തിൽ വിളിച്ചിട്ട് പോലും അവൾ അമ്പലത്തിലോട്ട് വരാത്തത്, എന്തായാലും അതിപ്പോൾ നടന്നോട്ടെ, നമ്മളെന്തായാലും ഒരു പ്രശ്നവും കാര്യം ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, കല്യാണ ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് ചേട്ടനെ കണക്ക് കാണാനൊക്കെ എത്ര ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധി പറയുന്നുണ്ട്, ഞാനെന്നാൽ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതിനൊന്നും നമ്മൾ നിധിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ സുഭാഷ് ചോദിക്കും, എന്നെ അവിടെ പോയി ആരെങ്കിലും തല്ലുവാണെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ, വിഷമാവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങളവിടെ പോയി അടിയോ മേടിക്കുന്നതിന് ഞാനെന്തിനാ വിഷമം, എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നികേഷ് നീ വാ, നീ എന്നെ ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നിധിയും നികേഷ് എല്ലാം കൂടെ അങ്ങ് കിച്ചണിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിറക്കെ നമ്മൾ ഹരീഷൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ നിധി പറയുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് പറയുന്നുണ്ട്, എല്ലാം വേണം, സഹായം വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഒരാൾ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു വന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വേണ്ടെന്നാണ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട്, എന്തായാലും സവാള കട്ട് ചെയ്യട്ടെ, അവിടെ നിന്ന് സവാളയൊക്കെ അരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികയാണെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയാണെങ്കിൽ ഗ്യാസ് കത്തിക്കുന്ന സമയത്താണെങ്കിൽ ഗ്യാസ് അങ്ങ് തീർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഇനി നമുക്ക് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ ഗ്യാസ് തീർന്നു പോയില്ലേ, ഞാനാണെങ്കിൽ ഇന്നലെ വിളിച്ചങ്ങ് പറയാനാണെങ്കിൽ വിട്ടുപോയി എന്നൊക്കെ പറയുന്നു. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ, ഞാനാണെങ്കിൽ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നത്, വേണ്ട സുഭാഷ് ചേട്ടാ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പം ഏട്ടത്തി വാശിയില്ല, ഏട്ടത്തി ഇനി ചിക്കൻ ഇറങ്ങി ഓടിപ്പോയാലും ഏട്ടത്തി പിടിച്ച് പിറക്കെ പോയി ഓടി പിടിച്ചിട്ടാണ് ഏട്ടത്തി ബിരിയാണി വയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നികേഷും നമ്മൾ നിധിയാണെങ്കിൽ പുറത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്തിട്ട് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ അവിടെ പോയിരുന്നെല്ലാമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, ഇനി സുധീഷ് എങ്ങാനും അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഇതൊരിക്കലും സുധീഷ് ഏട്ടനെ മനസ്സിലായിട്ടില്ലേ, അവർ പോലും മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള നുണയും കാര്യങ്ങളൊക്കെ സുധീഷ് ഏട്ടൻ പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുധീഷ് ആണെങ്കിൽ പിന്നെ സുനിതയുടെയും ആ പയ്യൻ്റെയും ഫോട്ടോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുക്കും.
അപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ സുഭാഷേട്ടൻ്റെ അത്ര ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ സുഭാഷിന് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ളൊരു ചെറുക്കനെ തിരഞ്ഞെടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുഭാഷാണെങ്കിലും നിധിയെടുത്ത് പറയുന്നുണ്ട് മോളെ നിങ്ങളെല്ലാം എന്നെ അകത്ത് പോയിക്കോ, ഞാനാണെങ്കിൽ ബിരിയാണി വയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് ഏട്ടത്തി ഏതാ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം സുഭാഷ് ഏട്ടൻ ബിരിയാണി വയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പിന്നെ അങ്ങ് അകത്തോട്ട് പോയൊക്കെ അവിടെ നിന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിലും സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ ഓക്കെ ആവണമെന്നാണോ നിങ്ങളെ വിചാരം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ആണുങ്ങളെ മനസ്സറിയാൻ വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നെക്കാട്ടി മോശമായ ഒരാളാണ് കെട്ടുന്നത് അറിയുമ്പോഴത്തേക്ക് ആണുങ്ങൾക്കാണെങ്കിലും മനസ്സിന് സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട് അങ്ങനെ ഒരാളല്ല സുഭാഷ് ഏട്ടൻ. സുഭാഷ് ഏട്ടനാണെങ്കിൽ സുനിതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ സുഭാഷ് ഏട്ടൻ പറഞ്ഞത് എന്തായാലും ഇതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു പയ്യനെ സുനിതയ്ക്ക് കിട്ടണമെന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.